Hey everyone, welcome back to our channel. അപ്പോൾ ഈ വീഡിയോ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒരു സക്സസ്ഫുൾ സ്ലൈം മേക്കിംഗ് വീഡിയോ അല്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്ലൈം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്താതെ നോക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ലൈം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൽ ഈ ബോറിക് ആസിഡ് പൗഡർ എന്ന് പറയുന്നത് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അതൊരു ക്യാരം ബോർഡ് പൗഡറാണ്. അതെല്ലായിടത്തും കിട്ടും. അതിൻ്റെ പേര് അതിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര വലിയ കെമിക്കലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ അത്ര വലിയ കെമിക്കലൊന്നും അല്ല. അതൊരു ക്യാരം ബോർഡ് പൗഡർ തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സാധനമാണ്. കയ്യിലായാലും കുഴപ്പമൊന്നും. നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ഒരു ക്ലിയർ ഗ്ലൂ ഞാൻ കുറേ നാളായിട്ട് കാണിച്ചിട്ട് ഇത് വെച്ച് സ്ലൈം ഉണ്ടാക്കാം എന്ന് പറയണത്. ഇപ്പോഴാണ് എന്നിട്ട് നമ്മൾ സ്ലൈം ഉണ്ടാക്കണത്. ശരിക്കും ഈ സ്ലൈം ഉണ്ടാക്കാനുള്ള ഐഡിയ എനിക്ക് ChatGPT ആണ് തന്നത്. പക്ഷേ ChatGPT തന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തത് സക്സസ് ആവുമെന്നാണ് ഓർത്തത്. ശരിക്കും സക്സസ് ആവേണ്ട സംഭവമായിരുന്നു. പക്ഷെ എൻ്റെ മണ്ടത്തരങ്ങൾ കാരണം കൊണ്ടാണ് ഇത് സക്സസ് ആവാഞ്ഞത്. അപ്പോൾ ChatGPT എനിക്കിത് ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു കണക്ക് പ്രകാരം 50 ml ഗ്ലൂവിന് 50 തൊട്ട് 75 ml വരെ വെള്ളം, അതും വാം വാട്ടർ ആയിരിക്കണം. അതിലേക്ക് 1/8 ടീസ്പൂൺ ഓഫ് ബോറിക് ആസിഡ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഈ ടീസ്പൂൺ ഏതാ ടേബിൾ സ്പൂൺ ഏതാണെന്ന് അറിയാത്ത ഞാനായതുകൊണ്ടും പിന്നെ ഈ 1/8 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര ചെറിയ എമൗണ്ട് അല്ലേ എന്ന് ഓർത്തിട്ട് എനിക്ക് തോന്നണ ഒരളവിൽ ഞാൻ ആ ബോറിക് ആസിഡ് പൗഡർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് 50 ml ഗ്ലൂവിന് 50 ml തൊട്ട് 75 ml വെള്ളം വരെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഗ്ലൂവിൻ്റെ കുപ്പിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച്. അതാകുമ്പോൾ നമുക്ക് 50 ml കിട്ടുമല്ലോ. പക്ഷെ അവിടെയും എനിക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നു. ഞാൻ ഈ ഗ്ലൂവിൻ്റെ കുപ്പി കഴുകാതെയാണ് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് അതിനകത്തേക്ക് ഈ പൗഡർ ഇട്ടത്. അപ്പോൾ ഈ കുപ്പിയിൽ ഓൾറെഡി കുറച്ച് ഗ്ലൂവിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് ഈ പൗഡർ മിക്സ് ആയിട്ട് അതിൽ തന്നെ കുറച്ച് സ്ലൈമാണ്. എന്ത് സംഭവമാണ് ഉണ്ടായെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ സമയത്തൊന്നും ഞാൻ കണ്ടേയില്ല. ലാസ്റ്റ് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുപ്പി കഴുകണ സമയത്താണ് ഞാൻ അത് കണ്ടത്. നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂവും വെള്ളവും കറക്റ്റ് അളവിലെടുക്കുക. കറക്റ്റ് അളവിൽ തന്നെ ബോറിക് ആസിഡ് പൗഡർ എടുക്കുക. ഞാൻ ഈ കുപ്പി നന്നായിട്ട് കുലുക്കണ സമയത്ത് മേളിലായിട്ടൊരു വൈറ്റ് കളർ പോലെ കാണുന്നില്ലേ, അത് തന്നെ എന്തോ സ്ലൈമിൻ്റെ പോലത്തെ എന്തോ സാധനം അവിടെ ഉണ്ടായിരിക്കണേണ്. പക്ഷെ അതൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ഞാൻ ഓർത്തത് പൗഡർ അടിയിൽ പോയിട്ട് കട്ട പിടിച്ചിരിക്കണേണെന്നാണ്. ആ കുപ്പിയിൽ ഓൾറെഡി കുറച്ച് ഗ്ലൂവിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ആ പൊടി ഓൾറെഡി ഗ്ലൂ ആയിട്ടൊക്കെ മിക്സ് ആയിട്ട് അവിടെ കട്ട പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ആ വെള്ളത്തിൻ്റെ സൊല്യൂഷനിൽ ആ പൗഡർ മിക്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് ഗ്ലൂവിലേക്ക് വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും കൂടുതൽ വെള്ളമായി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് ഞാൻ ആദ്യം കൈയിടാൻ വേണ്ടി വന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്ത് കൈ ഇടണോ ഇടാൻ പാടില്ലേ വേണോ വേണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് വെച്ചൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കാൻ തുടങ്ങി. പിന്നെയാണ് എനിക്ക് ബോധോദയം ഉണ്ടായിരുന്നത്. ഈ സ്ലൈം ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്റ്റിക്ക് വെച്ച് ചെയ്താൽ ഞാൻ എങ്ങനെ അറിയും ഇത് സ്ലൈമായി എന്ന്. അതാലോചിച്ചിട്ട് പിന്നെ ഞാൻ കൈയിട്ട് ഇളക്കാൻ തുടങ്ങി. കൈയിട്ട് ഇങ്ങനെ കുറേ നേരം ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് സ്ലൈം ആവണില്ല. ഇതിങ്ങനെ ഗമ്മിൽ വെള്ളം മിക്സ് ചെയ്ത പോലത്തെ ഒരു സൊല്യൂഷനാണ് ആവണേന്ന്. ഒട്ടും ഇങ്ങനെ സ്ലൈമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പൗഡർ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൗഡർ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ പൗഡർ അവിടെ വീണ്. അത് വീണപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഈ പൗഡറും ഗ്ലൂവും കൂടി മിക്സ് ആകുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കേണ്ടതെന്ന്. കാരണം ആ വൈറ്റ് കളറിലെ ഒരു ക്ലൗഡ് പോലത്തെ സാധനം കണ്ട അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതങ്ങനെ ആയ ശേഷം അത് ആ ഗ്ലൂ ആയിട്ട് അത് മിക്സ് ആവണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ടൈറ്റ് ആയിട്ടിരിക്കണേ. ഇതിങ്ങനെ ആയ സമയത്ത് എനിക്ക് തോന്നി ChatGPT പറഞ്ഞതിൽ എന്തോ സത്യമുണ്ട്. ഈ ബോറിക് ആസിഡ് പൗഡറും ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ആകുമ്പോൾ എങ്ങനെയൊക്കെ ഇത് സ്ലൈം ആവുമെന്ന് എനിക്ക് തോന്നി. ശരിക്കും ഇതിൻ്റെ ബാക്കിലെ കെമിസ്ട്രി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അതറിയണ ആരെങ്കിലും ഈ വീഡിയോ കാണാനിടയായി കഴിഞ്ഞാൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതെന്താ സംഭവം എന്ന് എനിക്കറിയുകയും ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയണവരുണ്ടായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ പൗഡർ കട്ടയായിട്ട് വീണ ഭാഗമാണ് ആ ഒരു വൈറ്റ് ക്ലൗഡ് പോലെ ആയത്. പക്ഷെ കുറേശ്ശെ വീണ സ്ഥലത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു സ്ലൈം പോലത്തെ കൺസിസ്റ്റൻസിയായി മാറിയത് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തൊക്കെയോ ആവുമെന്ന്. ഈ ഒരു ക്ലൗഡ് പോലത്തെ സാധനമാണെങ്കിൽ ഭയങ്കര കട്ടി ഒരു റബ്ബർ പോലെ ഇരുന്ന് വെച്ചത്. ബാക്കി ആ സ്ലൈം പോലത്തെ സംഭവമൊക്കെ ആണെങ്കിൽ ശരിക്കും പിടിക്കുമ്പോഴത്തേക്ക് ഒരു സ്ലൈം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിപ്പോൾ സക്സസ് ആവുമെന്ന്. അപ്പോഴേക്ക് എൻ്റെ ആത്മവിശ്വാസം അങ്ങോട്ട് കൂടി. വേഗം പോയിട്ട് അടുത്ത കപ്പൊക്കെ എടുത്തോണമെന്ന് ചൂടുവെള്ളമൊക്കെ എടുത്ത് പൗഡർ ഇട്ടപ്പോഴത്തേക്കും വീണ്ടും കുറേ പൗഡർ അങ്ങോട്ട് വീണ്. എന്നാലും ഞാൻ ഓർത്ത് കൂടുതൽ പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് കുറച്ചുകൂടി നല്ല സ്ലൈം ആയാലോ എന്ന്. അങ്ങനെ വിചാരിച്ചതൊക്കെ കലക്കിയിട്ട് ഇതിനകത്തേക്ക് എടുത്ത് ആദ്യം ഒഴിച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം കലക്കിയിട്ട് പിന്നെ കുറച്ച് ഒഴിച്ചിട്ട് കലക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കലക്കിയപ്പോൾ തന്നെ ദേടാ സ്ലൈം പോലെയൊക്കെ ആയി തുടങ്ങി. സംഭവം ശരിയായി തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ നേരം കിടന്ന് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്ലൈം വേറെ വെള്ളം വേറെ അങ്ങനെയായിട്ട് വരണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ കുറച്ചുകൂടി പൗഡർ ഇട്ട് കഴിയുമ്പോൾ ശരിയാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചുകൂടി ആ അടിയിൽ നിന്നുള്ള വെള്ളം കുറച്ചുകൂടി എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ കുറച്ചുകൂടി ഇത് കട്ട് ചെയ്തിട്ട് ആ വൈറ്റ് കളറിലൊക്കെ വന്നപ്പോൾ ഞാൻ ഓർത്ത് സംഭവം റെഡിയായി സെറ്റ് സാധനം എന്നൊക്കെ ഞാൻ വിചാരിച്ച്. അങ്ങനെ നമ്മുടെ സ്ലൈമൊക്കെ റെഡിയായി എല്ലാം സക്സസ് ആയെന്ന് ഓർത്ത് ഇങ്ങനെ കുഴച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്ലൈം കട്ടിയായി വരണയാണല്ലോ എന്ന്. സാധാരണ സ്ലൈം കുറച്ചൊരു ഇത് കട്ടി കുറവായിരിക്കുമല്ലോ, പക്ഷേ ഈ സാധനം കട്ടി കൂടി വരികയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ച ആ ഒരു കഷ്ണം ഉണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്തപ്പോഴത്തേക്കും അതും ഇതും കൂടെ മിക്സ് ആയേക്കണ്. രണ്ടിനും സെയിം കൺസിസ്റ്റൻസിയുമായി, രണ്ടും ഒരേ കട്ടി, എല്ലാം സെയിം.
എന്നിട്ട് ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഇച്ചിരി സോഫ്റ്റൊക്കെ ഉണ്ടാ, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഹാർഡായി വരും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിഴിയണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന സ്ലൈം ആവണ സമയത്ത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പോയിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചില്ലേ, ആ പൗഡറായിട്ട് മിക്സ് ആവാൻ ആ വെള്ളമാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഇങ്ങനെ വലിച്ചൊക്കെ എടുക്കുമ്പോൾ ഇത് പൊട്ടി വരികയും ചെയ്യും, എന്നിട്ട് നമ്മളിത് കൂട്ടി വെക്കുമ്പോഴത്തേക്ക് ഒട്ടുകയും ചെയ്യും. പക്ഷേ ഓരോ വട്ടം ഞാൻ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ഞാനിട്ട് ആ സീക്വൻസൊക്കെയാണ് പുറത്തേക്ക് തെറിച്ച് പോണത്. നിങ്ങളുടെ ടേബിൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ ഇവിടെയൊക്കെ ഒരു ചുവന്ന കുത്തുവല കിടക്കുന്നത് ഈ സീക്വൻസ് തെറിച്ച് പോയതാണ്. ഇപ്പോഴൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല കട്ടിയായി. ഇപ്പം ഞാൻ നല്ല ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇതൊന്ന് വലിച്ച് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി നോക്കണം. അത്രയും കട്ടിയായി മാറിയത്. എന്നാലും ഇതിങ്ങനെ തിരിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒട്ടണുണ്ട്. വീണ്ടും വലിച്ചെടുക്കുമ്പോഴത്തേക്കും വീണ്ടും പൊട്ടി വരികയും ചെയ്യും, വീണ്ടും അതുപോലെ ഒട്ടുകയും ചെയ്യും. പക്ഷേ ഇത് കുറച്ച് നേരം വെക്കുന്നതോറും ഇത് കട്ടിയായി വന്നുകൊണ്ടിരിക്കണേന്ന്. എന്നാലും ഇത് വെച്ച് കളിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്ലൈം അല്ലെങ്കിലും വേറെ എന്തൊരു സാധനം, സ്ലൈമും അല്ല ക്ലേയും അല്ല, പക്ഷെ വലിച്ചെടുക്കുമ്പോൾ പൊട്ടി വരികയും ചെയ്യും, തിരിച്ചൊട്ടിക്കാനും പറ്റും. അടിപൊളി സാധനം. ശരിക്കും ഞാൻ ChatGPT പറഞ്ഞ കറക്റ്റ് കണക്കിൽ ചെയ്തേച്ചെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ സക്സസ് ആയേനെ. അപ്പോൾ ഈ വീഡിയോക്ക് അത്യാവശ്യം നല്ല വ്യൂസും കിട്ടാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈ സ്ലൈം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.